നമസ്കാരം. ഇമിഗ്രന്റ് അക്കാദമി ഇടുക്കി ലൈവ് ഇടുക്കി ആർക്കൊപ്പം ഔട്ട്റൈറ്റ് സർവേ തുടരുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കാർഷിക മേഖലയായിട്ടുള്ള, തീർച്ചയായിട്ടും കർഷകർ ഒരുപാട് അധിവസിക്കുന്ന, ഒരുപാട് കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തോപ്രാംകുടി എന്ന സിറ്റിയിലാണ് ഉള്ളത്. തോപ്രാംകുടിയിലെ വോട്ടർമാർക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതിദാനാവകാശം ആർക്ക് വിനിയോഗിക്കണമെന്നാണ്, ആരോടാണ് താല്പര്യം, അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എന്തായാലും ഇപ്പോൾ തോപ്രാംകുടിയിൽ രാവിലെ പുലർച്ചെ ഏതാണ്ട് 8 മണിയോട് അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് പേര് രാവിലെ തന്നെ സിറ്റിയിലുണ്ട്. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ നമുക്ക് ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഞാൻ ഇടതുപക്ഷക്കാരനാണ്, അതുകൊണ്ട് നമ്മുടെ വോട്ട്. ഓക്കെ ചേട്ടാ, ഇത്തവണ ഇടുക്കിക്കാരൊപ്പം ഇടുക്കിക്കാരാരാന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് ജയിച്ചു വരണമെന്നാണ്? അങ്ങനെയല്ല അറിയാം, ഇടുക്കിക്കാരൊപ്പം ഇടുക്കിക്കാര് നിൽക്കുന്നു അവരുടെ കൊടുത്ത്. അതെ, അപ്പോൾ ഇപ്പം 3-4 പേര് നിൽപ്പുണ്ട്, അവരുടെ എല്ലാം ഒപ്പം നിൽക്കാൻ പറ്റും നമുക്ക്? അവരുടെ ഒപ്പം അല്ല പറഞ്ഞത്, നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലാണ്. ഇടുക്കിക്കാരൊപ്പം എന്നാ പറഞ്ഞത്. അത് നിങ്ങൾ ഇവിടെ ചിന്തിച്ച് കണ്ടുപിടിച്ചോണം. ഓക്കെ, അപ്പോൾ ചേട്ടന്റെ വോട്ട് ഇത്തവണ ആർക്കാം? വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല, വോട്ട് ചെയ്യണമെന്ന്. ഓക്കെ, അതെന്താ അങ്ങനെ ഒരു തീരുമാനത്തിലേട്ടാ വോട്ട് ചെയ്യണമെന്നുള്ള ഒരു? അങ്ങനെയല്ല, ഇടുക്കിക്കാരൊപ്പം എന്ന് പറഞ്ഞല്ലോ, വോട്ട് ചെയ്യും. അത് ആർക്കാന്ന് പബ്ലിസിറ്റി ചെയ്യേണ്ടതല്ലോ, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. അത് പുറത്ത് പറയല. ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ എങ്ങനെയാ? അതറിയത്തില്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ലോ. അത് രാഷ്ട്രീയക്കാരോട് ചോദിക്കണം. ശരിക്കും നമ്മുടെ ഇവിടുത്തെ സിറ്റിയുടെ ഒരു പൾസ് എങ്ങനെയാണ്? നമുക്ക് ഇങ്ങനെ ആര് ജയിക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു താല്പര്യം ആൾക്കാരുടെ. ഇവിടുത്തെ ആൾക്കാരുടെ താല്പര്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെ രാഷ്ട്രീയക്കാരാന്ന് പറഞ്ഞു, അവരോട് ചോദിക്കാം. ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തുള്ള പറയല. ഓക്കെ, ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്നാ? ചേട്ടന് പ്രത്യേക അഭിപ്രായം ഉണ്ടല്ലോ. അഭിപ്രായം പറഞ്ഞാൽ ഇടുക്കിക്കാരുടെ ഒപ്പം നിൽക്കണം, ഇടുക്കിക്കാർ നിൽക്കുന്നു അവരുടെ ഒപ്പം നിൽക്കണം. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ ഓക്കെ, നമുക്ക് ഇത്തവണ ഇടുക്കി ആരുടെ ഒപ്പം ആയിരിക്കും? ഇടുക്കി പിന്നെ ഡീൻ കുര്യാക്കോസിന്റെ കൂടെ. അതന്നെ അങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെ പറയാൻ കാരണം കുഴപ്പമില്ലാത്ത സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ടാണ്. അതുകൊണ്ട്. ഓക്കെ ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഡീൻ കുര്യാക്കോസ് ഒപ്പം. അതെ, എൻ്റെ ചേട്ടാ അങ്ങനെ പറയാൻ കാരണം? അത് പിന്നെ പുള്ളിക്കാരൻ ചെയ്ത കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കങ്ങനെ തോന്നുന്നുള്ളൂ. നമ്മളൊരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായതുകൊണ്ട്. നമ്മുടെ ഒരു അച്ചായനുണ്ട്. നമുക്ക് വോട്ടൊക്കെ ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. അതിപ്പോൾ ആര് ജയിക്കും, എങ്ങനെ ജയിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റിയല്ല. കാരണം അതിപ്പം ജനങ്ങൾ തീരുമാനിക്കണം. ഒരാളോ 2 പേരോ 100 പേരോ പറഞ്ഞിട്ടും കാര്യമില്ല. അതിപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആർക്കോ ചെയ്യുന്നു, കൂടുതൽ ചെയ്യുന്നു, അവർ ജയിക്കും. എന്താണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴേ ശരിക്കും ആര് ജയിക്കണമെന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ആഗ്രഹം ഇടതുപക്ഷം വേണോ വലതുപക്ഷം വേണോ അതോ NDA വേണോ? അതിപ്പോൾ നമുക്ക് തീരുമാനം പറയാൻ പറ്റിയല്ലോ, ആര് ജയിക്കും എങ്ങനെ ജയിക്കും എന്നുള്ളത്. നമുക്കിപ്പം വാർദ്ധക്യത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടോ? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല, ഇപ്പം കുറവാണ് കിട്ടുന്നത്. ഇപ്പം കുറവാണ്. പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കുറവാണ്. എല്ലാവരും അഭിപ്രായ വ്യത്യാസമുണ്ട് ആൾക്കാർക്ക് ആ കാര്യത്തിൽ. പെൻഷൻ കിട്ടുന്നില്ല, അങ്ങനെ ഓരോ ഇതും അങ്ങനെ പറയുന്നുണ്ട് ജനങ്ങൾ. അതുകൊണ്ട് ചിലപ്പം ആൾക്കാർ കൂടി തീരുമാനിക്കുക ഡീൻ കുര്യാക്കോസ് ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൻ കുര്യാക്കോസ് ജയിക്കും. അത്രേ ഉള്ളൂ. നമുക്കൊരു ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടനായി ഇപ്പം നമ്മുടെ ഒപ്പം ഉണ്ട്. ചേട്ടൻ എവിടെയുള്ള? ഇവിടെ മുരിക്കാശ്ശേരിയില്ല. അപ്പൊ ഇടുക്കി മണ്ഡലത്തിലുള്ള ആളാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്തവണ ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? എന്റെ കാഴ്ചപ്പാടിലെന്ന് പറയുമ്പം പാർട്ടിയെല്ലാം നമുക്ക് ഒരുപോലെയാ, എന്നാലും ഞാൻ CPM-ന്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ ചേട്ടാ, രാവിലെ ചായ കുടിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് രാഷ്ട്രീയത്തിനോട് മൊത്തം വെറുപ്പുണ്ട്. അത്തരത്തിലൊരു വെറുപ്പിലേക്ക് വരാനുള്ള സാഹചര്യം എന്താ ശരിക്കും? മൊത്തം അഴിമതി പ്രശ്നങ്ങളാണ്, അവരെ കാശുണ്ടാക്കുന്നത്. അതേ ഉള്ളൂ. ഞാൻ വോട്ട് ചെയ്യുന്നില്ല. ചേട്ടന്റെ കുടുംബം ആരും ആരൊക്കെ വോട്ട് ചെയ്യുന്നില്ല, വോട്ട് ബഹിഷ്കരണം അടക്കമുള്ള സമ്മിശ്ര പ്രതികരണമാണ് നമുക്ക് ഇപ്പോൾ ഈ കാർഷിക മേഖല കൂടിയായിട്ടുള്ള തോപ്രാംകുടിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് പേരുടെ ഇവിടെ സിറ്റിയിലുണ്ട്, നമുക്ക് അവരോട് ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഇത്തവണ നമുക്ക് വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണമല്ലോ. ചെയ്യണം. അപ്പം ഇത്തവണ എങ്ങനെയാണ് സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സാഹചര്യങ്ങൾ ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? ഇപ്പം നിലവിലുള്ള MP തന്നെ ജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാടും ഭൂരിപക്ഷം വലിയ കുറവില്ലാത്ത രീതിയിൽ തന്നെ ജയിക്കും.